ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നത് നമുക്ക് ഇപ്പോൾ ഓൺഗോയിങ് ആണല്ലേ നമ്മുടെ ഹോമിയോ അതുപോലെ തന്നെ DMEയുടെ ഇൻ്റർവ്യൂസ് ഓൺഗോയിങ് ആണ്. DMEക്ക് ഇനി കുറച്ച് പേർക്ക് അധികം മെസ്സേജ് വരാനുണ്ട്, അതുപോലെ തന്നെ എനിക്കും വരാനുണ്ട്. മാർച്ചിൽ മേ ബി ഒരു ഏപ്രിൽ അപ്പോഴത്തേക്കും ഷെഡ്യൂൾ ആയിരിക്കും ബാക്കിയുള്ളവരുടെ. 27 ഇപ്പോൾ ഹോമിയോയുടെ ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യണം ആലപ്പുഴയിൽ വെച്ച്. അപ്പോൾ ഇപ്പോൾ ഓൺഗോയിങ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻ്റർവ്യൂവിൻ്റെ രീതി വെച്ചിട്ട് നമ്മളതിന് ചില പാനലിലുള്ളവർ നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ് ബേസ്ഡ് ആയിട്ടല്ല ചോദിക്കുക. ലൈക്ക് അവർ എന്താണോ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് അതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസാണ് വരുന്നത്. പക്ഷേ ഒരു 75 to 80% നമ്മുടെ എക്സ്പീരിയൻസ് അനുസരിച്ചാണ് അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പോൾ എന്താണ് കുറച്ച് കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. ഞാനിപ്പോൾ MLSP ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരു MLSP എന്ന് പറഞ്ഞാൽ എന്താണ്? മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ ആണ് അല്ലേ? മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ എന്ന് പറയുമ്പോൾ എന്താണ്? എല്ലാത്തിൻ്റെയും മിഡായിട്ട് നിൽക്കുന്ന ആൾ അല്ലേ? കണക്ഷൻ ലിങ്ക് എന്ന് പറയും. അതായത് പബ്ലിക്കിന് ഡയറക്റ്റ് ഹെൽത്ത് സർവീസ് കൊടുക്കുന്ന ആൾ അല്ലേ? അതായത് പീപ്പിളിനെ ഡയറക്റ്റ് ഒരു ടെർഷ്യറി കെയർ സർവീസിലേക്ക് പോവാതെ അവർക്ക് എത്രയും പെട്ടെന്ന് അവർക്ക് നീഡഡ് ആയിട്ടുള്ള സർവീസ് കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് പ്രവർത്തിക്കുന്ന ആൾ, അതാണ് മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ അല്ലേ? സോ എന്താണ് അവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്? കോമൺലി ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുമ്പോൾ എന്ത് വരും? പേഷ്യൻറ്റ് കെയർ അല്ലേ? പേഷ്യൻറ്റ് കെയർ ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതായത് ഡയറക്റ്റ് കെയർ ടു ദ പേഷ്യൻറ്റ് ഇൻക്ലൂഡിങ് ദർ ഹെൽത്ത് ആൻഡ് വെൽബീയിങ് അല്ലേ? അവരുടെ ഹെൽത്ത് അവരുടെ വെൽബീയിങ് രണ്ടും കോമൺ ഫാക്ടറാണ്, ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് അല്ലേ? സോ മെയിൻലി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പേഷ്യൻറ്റ് കെയർ ആണ്. ദ നെക്സ്റ്റ് വൺ ഈസ് വൈറ്റൽസ്. വൈറ്റൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്യും? നമ്മൾ പ്രയോറിറ്റി, MLSPക്കാർക്ക് പ്രയോറിറ്റി ഉണ്ട് അല്ലേ? പ്രയോറിറ്റി വിസിറ്റ് ഉണ്ട്. സോ ആ സമയത്ത് നമ്മൾ മെയിനായിട്ട് നമ്മൾ വൈറ്റൽസ്, BP, ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ, ഓക്സിജൻ സാച്ചുറേഷൻ അല്ലേ? പൾസ് ഓക്സിമീറ്റർ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ഓക്സിജൻ സാച്ചുറേഷൻ നോക്കാം. അപ്പം ഫസ്റ്റ് വൺ ഇസ് പേഷ്യൻറ്റ് കെയർ. ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് പേഷ്യൻറ്റ് കെയർ. ദെൻ സെക്കൻഡ് വൺ ഇസ് വൈറ്റൽസ് മോണിറ്ററിങ്. ദെൻ മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ അല്ലേ? പ്രിസ്ക്രൈബ്ഡ് മെഡിസിൻസ് ആണ് നമുക്ക് സ്വന്തം ഇഷ്ടത്തിന് മെഡിസിൻ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. പ്രിസ്ക്രൈബ്ഡ് മെഡിസിൻസ് ആണ് നമുക്ക് കൊടുക്കാൻ പറ്റുക. നമ്മൾ പ്രയോറിറ്റി പോകുന്ന സമയത്ത് മെഡിസിൻസ് കൊണ്ടുപോകാറില്ല. പക്ഷേ എന്താണ് ഓയിൻമെൻറ്റ്സ്, ഡയക്ലോ ഓയിൻമെൻറ്റ്സ്, കെലാമിൻ ലോഷൻസ് അങ്ങനെയുള്ള ഓക്കെ നമുക്ക് കൊടുക്കാം എന്നുള്ളത് മാത്രം കൂടുതൽ. അല്ലാതെ നമ്മൾ NCD മെഡിക്കേഷൻസ് ഒന്നും നമ്മളങ്ങനെ കൊണ്ട് കൊടുക്കുന്നില്ലല്ലോ. സോ ബാക്കിയുള്ളത് സബ് സെൻറ്റർ വഴിയാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ? സോ മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. MLSPക്ക് കോമൺലി ആസ് എ നേഴ്സ് ഇത് തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്ത് വരുന്നത്. പേഷ്യൻറ്റ് കെയർ വരുന്നു, വൈറ്റൽസ് മോണിറ്ററിങ് വരുന്നു, മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ വരുന്നു. ദെൻ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് എന്താണ് ഡോക്യുമെൻറ്റേഷൻ ആണ് അല്ലേ? ഡോക്യുമെൻറ്റേഷൻ ചെയ്യുന്നു. പിന്നെ അല്ലാതെ നമ്മൾ ചെയ്യുന്ന ഡോക്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്യും അല്ലേ? സർജറീസിന്, പ്രൊസീജിയേഴ്സിന്, പിന്നെ എന്താണ് എക്സാമിനേഷൻ പ്രൊസീജിയേഴ്സിനൊക്കെ നമ്മൾ ഡോക്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്യും. പിന്നെ എന്താണ് പേഷ്യൻ്റ് എഡ്യൂക്കേഷൻ. ഇപ്പോൾ MLSPക്ക് വരുമ്പോൾ പേഷ്യൻ്റ് എഡ്യൂക്കേഷൻ വരാം അല്ലേ? ഡോക്ടേഴ്സ് അസിസ്റ്റൻസ് അങ്ങനെ അധികം വരുന്നില്ലല്ലോ. പേഷ്യൻ്റ് എഡ്യൂക്കേഷൻ വരാം അല്ലാതെ അവരുടെ ഫാമിലിയെ നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാം എബൌട്ട് ദ മെഡിക്കൽ കണ്ടീഷൻസ്, ട്രീറ്റ്മെൻറ്റ്, പിന്നെ അവരുടെ പ്രിവെൻറ്റീവ് കെയറിനെ പറ്റി അതാണ് ആസ് പെർ ദെയർ നീഡ്. അതനുസരിച്ച് നമുക്ക് പേഷ്യൻ്റ് എഡ്യൂക്കേഷൻ കൊടുക്കാം. പിന്നെ എന്താണ് നമ്മൾ ചെയ്യുക? വൂണ്ട് കെയർ ചെയ്യുക അല്ലേ? വൂണ്ട് കെയർ ചെയ്യാം. സ്റ്റെറൈൽ പ്രൊസീജിയർ ആണെങ്കിൽ നമ്മൾ സെൻറ്ററിൽ വെച്ച് തന്നെയാണ് ചെയ്യുന്നത് അല്ലേ? അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മെറ്റീരിയൽസൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് അങ്ങനെയാണ് വൂണ്ട് കെയർ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ വൂണ്ട് കെയർ നമുക്ക് ചെയ്യാം. ക്ലീൻ ഡ്രസ്സിങ് ആണ്. വൂണ്ട് മോണിറ്റർ ചെയ്യാം. എന്തിനാണ് മോണിറ്റർ ചെയ്യുന്നത്? ഫോർ പ്രൊമോട്ട് ഹീലിംഗ്, പെട്ടെന്ന് ഹീലാവാൻ വേണ്ടിയും ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് വൂണ്ട് നമ്മൾ പ്രോപ്പറായിട്ട് അസസ് ചെയ്ത് ക്ലീൻ ആൻഡ് സ്റ്റെറൈൽ ഡ്രസ്സിങ് കൊടുക്കുക. ഓക്കെ. പിന്നുള്ളത് എമർജൻസി റെസ്പോൺസ് ആണ്. ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ കൊടുക്കാം. ആസ് എ സ്റ്റാഫ് നേഴ്സ് നമ്മൾ എമർജൻസി ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, ഫസ്റ്റ് എയ്ഡ് ഉണ്ട്, മെഡിക്കൽ എന്താണ് എമർജൻസി മെഡിക്കേഷൻസ്, അതും ആസ് പെർ നീഡ് എങ്ങനെ എന്താണോ ആ സിറ്റുവേഷൻ അതനുസരിച്ച് നമ്മൾ എമർജൻസി റെസ്പോൺസ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഓക്കെ. പിന്നെന്താണ് എക്യുപ്മെൻറ്റ് ഹാൻഡ്ലിങ് വരും അല്ലേ? എക്യുപ്മെൻറ്റ്സ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് എന്തൊക്കെ നമ്മളുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് അല്ലെങ്കിൽ നമ്മളെവിടെയാണോ ഡ്യൂട്ടി ഉള്ളത് അതനുസരിച്ചുള്ള എക്യുപ്മെൻറ്റ്സ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നു, റൈറ്റ്? പിന്നെ ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക. നേഴ്സിന് എന്താണ് ഏറ്റവും അത്യാവശ്യം? എമ്പതിയാണോ സിമ്പതിയാണോ? നേഴ്സിന് അത്യാവശ്യം എമ്പതിയാണല്ലേ? സോ എങ്ങനെയാണ് നമ്മൾ
കംഫോർട്ട് കൊടുക്കുക അല്ലേ, അവരെ കംഫോർട്ട്സ് ലെവലിൽ ഇരുത്തിയിട്ട് വേണം നമ്മൾ അവരോട് അവരുടെ കാര്യങ്ങൾ ഹിസ്റ്ററി കളക്ഷൻ, ഈവൻ ഒരു ഹിസ്റ്ററി കളക്ഷൻ ആണെങ്കിൽ പോലും പേഷ്യൻ്റ് കംഫർട്ടാണ് നമുക്ക് പ്രധാനം അല്ലേ. പേഷ്യൻറ്റിനെ കംഫർട്ടാക്കി വെച്ചിട്ട് വേണം നമ്മൾ ഈവൻ ഹിസ്റ്ററി കളക്ഷൻ ആണെങ്കിലും ഫിസിക്കൽ എക്സാമിനേഷൻ ആണെങ്കിലും ഈവൻ ഡൂയിങ് എ സിമ്പിൾ പ്രൊസീജിയർ ആണെങ്കിലും ദേ ഷുഡ് ബി കംഫർട്ട്. ഓക്കെ, പിന്നെന്താണ് നമ്മൾ ചെയ്യേണ്ടത്? എംപതി വേണം അല്ലേ, അവരോട് എംപത്തറ്റിക് ആയിരിക്കണം, നോട്ട് സിമ്പത്തിക്, എംപത്തറ്റിക്. ഓക്കെ, ദെൻ പേഷ്യൻറ്റിന് റീഅഷുറൻസ് കൊടുക്കുക, എന്തിനെ പറ്റിയാണോ അവർക്കൊരു റീഅഷുറൻസ് കൊടുക്കുക. പിന്നെ അവരുടെ ഫാമിലി മെമ്പേഴ്സിനും സെയിം തന്നെ കംഫോർട്ട് കൊടുക്കുക. പിന്നുള്ളത് ഇൻഫെക്ഷൻ കൺട്രോളാണ്. ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറയുമ്പോൾ എന്താണ്? പ്രോപ്പർ ഹൈജീനിക് ടെക്നിക്സ് ആയിരിക്കണം, സ്റ്റെറൈൽ ടെക്നിക്സ് ആയിരിക്കണം. കറക്റ്റായിട്ടുള്ള ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോകോൾസ് ഉണ്ട്, പ്രോട്ടോകോൾ അനുസരിച്ചാണ് നമ്മൾ ഓരോ പ്രൊസീജിയേഴ്സും ചെയ്യാൻ പറ്റും. ഇതാണ് കോമൺ ആയിട്ടുള്ള ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എൻ MLSP ആസ് വെൽ എസ് എ സ്റ്റാഫ് നഴ്സ്.